ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാനില സ്വിസ് റോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റോളാണിത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വിപ്ഡ് ക്രീമാണ്. ഇതിന് പകരമായിട്ട് ജാമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡോ ഒക്കെ യൂസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്നൊന്ന് റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഓവൻ ട്രേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വലിയൊരു കേക്ക് ടിന്നാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ആദ്യം അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ടൊരു ബട്ടർ പേപ്പർ വിരിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം ഇതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ ഒട്ടും തന്നെ വെള്ളയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. യോക്ക് പൊട്ടാതെ വേണം അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/8 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു പെയിൽ യെല്ലോ കളറായി വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു അരിപ്പയിലൂടെ അരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ എഗ് വൈറ്റിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/8 കപ്പ് പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ എഗ് വൈറ്റ് നല്ലൊരു സോഫ്റ്റ് പീക്കായി വരുന്നത് വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ 1/3 ഭാഗം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ 3 വട്ടമായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് വളരെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ട്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 തൊട്ട് 15 മിനിറ്റ് വരെ അതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് കൊണ്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ട്രേ ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ അതിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ കമഴ്ത്തിയിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ട്രെയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കേക്ക് താഴ്ന്നു പോകും.
ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ബട്ടർ പേപ്പർ എടുക്കുക, അതിന് മുകളിലായിട്ട് വേണം ഈ കേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. കേക്കിൻ്റെ താഴ്ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് അങ്ങനെ തന്നെ വെക്കുക. നല്ലതുപോലെ ചൂടാറുന്നത് വരെ അങ്ങനെ തന്നെ വെക്കാം. ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു വലിയ ബൗളിലേക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, അതിൻ്റെ ആവശ്യം വന്നില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ളിലായിട്ട് വിപ്ഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ജാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡോ ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ക്രീം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ താഴെ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നല്ലതുപോലെ തണുത്ത് സെറ്റായിട്ട് വരും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കറക്റ്റായിട്ട് റോളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് ട്രിം ചെയ്ത് മാറ്റാം. നമുക്കിനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വിപ്ഡ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കിതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിയോ ചെറിയോ ബ്ലൂബെറിയോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വിസ് റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.